യുക്തിപരമായി ചിന്തിക്കാണ്ട് ഭക്തിപരമായിട്ട് പോയി കണ്ട് എല്ലാവരും ഇഷ്ടപ്പെടും. അതൊക്കെ മാറ്റി നിർത്തിയാലും തിയേറ്റർ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഫസ്റ്റ് പാർട്ടിന് അത് വെച്ച് നോക്കുമ്പോൾ ഇതിന് ബജറ്റ് അത്യാവശ്യം കൂടുതലാണ്. അപ്പോൾ അത് പടത്തിൽ കാണാനുണ്ട്. ടെക്നിക്കൽ സൈഡായാലും മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം ഭയങ്കര ഗംഭീര എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നന്നായിട്ട് വാച്ചബിൾ ആണ് പടം. നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. എനിക്ക് ആ ഒരു പ്രശ്നം തോന്നിയത് ഡ്യൂറേഷൻ ഭയങ്കര കൂടുതലായിട്ട് തോന്നി. 3 മണിക്കൂറുള്ളെങ്കിലും പടം അത്യാവശ്യം ലെന്തി ആയിട്ട് തോന്നും നമുക്ക്. അതുകൊണ്ട് കുറച്ച് ലാഗടിച്ച പോലെ തോന്നി. അത് മാറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു സിനിമ തന്നെയാണ്. അത് ഓക്കെയാണ്. ഫസ്റ്റ് ഹാഫ് കൊണ്ട് എനിക്ക് ഡൗൺ ആയിട്ട് തോന്നി. കാരണം ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളില്ല. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് കുറച്ച് വാവ് മൗണ്ട്സ് ഒക്കെ ഉള്ളത്. ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു പീക്ക് എലിവേഷൻ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് വർത്താണ്. പടം ഓക്കെയാണ്, ഇഷ്ടപ്പെട്ടു. ജയറാം ഞാൻ കൂടുതൽ പറയുന്നില്ല. ഞാൻ വിചാരിച്ച ചെറിയ വേഷമായിരിക്കും എന്നാണ്. പക്ഷേ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേഷം തന്നെയാണ് ജയറാമിൻ്റെ. അത്യാവശ്യം നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഒരു നായകൻ കഴിഞ്ഞാൽ പിന്നെ ഒരു മെയിൻ കഥാപാത്രം ജയറാം തന്നെയാണ്. കാന്താര കണ്ടിറങ്ങിയുള്ളൂ, പക്ഷെ ഗംഭീരം അവിടെ എന്ന് പറയാം. ഒന്നും ഗംഭീര പടം. നമ്മൾ കാന്താര ഫസ്റ്റ് കണ്ടപ്പോൾ ഉണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റ് ആ എക്സൈറ്റ്മെൻറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ഒരു ലെവലിലൂടെ കൂടിയിട്ടാണ് തിയേറ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. കാന്താര ആദ്യം കാണുമ്പോൾ നമുക്കൊരു സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോഴേക്കും ഒന്ന് ബൂസ്റ്റ് ആവും. ഇത് ആദ്യം തൊട്ടേ ഉണ്ട്. ഗംഭീര ഋഷഭ് സാറിൻ്റെ ഒക്കെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം കണ്ടതിനേക്കാളും നമ്മൾ ഒരു എത്രത്തോളം എഫേർട്ട് പുള്ളിക്കാരൻ പറഞ്ഞാൽ 5 വർഷം എഫേർട്ട് ഇട്ടുണ്ട്. 5 വർഷത്തിൻ്റെ 10 കൊല്ലത്തെ റിസൾട്ട് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് നമുക്കതിനകത്ത്. അത്ര ഡീറ്റെയിൽ പെർഫോമൻസ് ആവട്ടെ, സ്റ്റോറി ആവട്ടെ, മ്യൂസിക് ആവട്ടെ, സ്റ്റണ്ട് ആവട്ടെ, VFX ആവട്ടെ, ഒന്നിനൊന്നിനും മെച്ചം. അത്ര തിയേറ്ററിൽ ഇത് നിങ്ങൾ മിസ് ചെയ്താണ്. OTTക്ക് വരെ നിന്ന് ഇങ്ങനത്തെ തിയേറ്ററിൽ ആ സൗണ്ട് എഫക്ട്സ് കേട്ടാലേ എന്താണ് ചില സിനിമകൾ അങ്ങനെ കേട്ടാലേ മനസ്സിലാവത്തുള്ളൂ. നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. പിന്നെ മലയാളത്തിൽ ജയറാമേട്ടനുണ്ട്. ജയറാമേട്ടൻ്റെ സെക്കൻഡ് ഹാഫിലാണ് പുള്ളിക്കാരൻ്റെ വിളയാട്ടമാണ്. പുള്ളിക്കാരൻ പറഞ്ഞിട്ട് കാന്താര വന്ന് ഒരു പൊളിക്കുന്ന പറയും പൊളിച്ചിട്ടുണ്ട്. വിശ്വാസ സിനിമയാണിത്. കൃത്യമായിട്ട് ഞാൻ പറയണത്, ഈ സിനിമ ഒരിക്കലും ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിക്കരുത്. കാല് പിടിച്ചാണ് ഈ ഡീഗ്രേഡ് ചെയ്യരുത്. ഈ സിനിമ വിജയിക്കേണ്ടത് നമ്മളെല്ലാവരും ആവശ്യമാണ്. കാരണം ഇതൊരു കലാരൂപങ്ങളുണ്ട്, നാടൻ രൂപങ്ങൾ, നാടൻ പാട്ടുകൾ, വിശ്വാസ സിനിമയാണ്. ഈ സിനിമ ഒരിക്കലും ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിക്കരുത്. കാരണം ഇദ്ദേഹത്തിന് രാജമൗലി പോലുള്ള ഡയറക്ടർ കൈ കിട്ടാന്നുണ്ടെങ്കിൽ നല്ല കിടിലം സാധനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കാം. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ജയറാമേട്ടൻ അന്യഭാഷാ ചിത്രങ്ങളിൽ പോയിട്ടുള്ള ഇത്രയും നല്ലൊരു റോൾ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. വളരെ മികച്ച ഒരു സിനിമയാണ്. ദയവ് ചെയ്ത് ഡീഗ്രേഡ് ചെയ്യരുത്. എന്താ പറയുക, പടത്തിൻ്റെ ആ ഒരു ഇതിന്ന് ഞാൻ ഒട്ടും അറിയില്ല. കാരണം അത്രയ്ക്കും കിടിലം പെർഫോമൻസാണ്. അവസാനം ഒരു 30 മിനിറ്റ് നമ്മൾ ഒരു വേറെ ലോകത്തേക്കാണ് ഋഷഭ് ഷെട്ടി കൊണ്ടുപോകുന്നത്. ഒരു രക്ഷയില്ല. ജയറാമിൻ്റെ റോള് കുഴപ്പമില്ല, അതിൽ നായികയുടെ റോള് കുഴപ്പമില്ല. പക്ഷെ അതൊന്നുമില്ല, ഋഷഭ് ഷെട്ടിയുടെ പെർഫോമൻസിന് മുമ്പിൽ നമ്മളവിടെ അലിഞ്ഞ് ഇല്ലാതാവും. അത്രയും നമ്മൾ അതിൽ മാത്രം ഒരു ഫോക്കസ് ചെയ്ത് ആ ലെവലിലേക്ക് ഇരുന്നു പോകും. അത്ര കിടിലം പെർഫോമൻസ്. അതേപോലെ ഡയറക്ഷൻ, VFX എല്ലാം ഒന്നിനൊന്നും മെച്ചം. സൂപ്പർ. ഇതിന് എൻ്റെ ഒരു അഭിപ്രായം, ഒരു ഫാസ്റ്റസ്റ്റ് ഒരു 1000 CR, ഒരു 6 ദിവസം കൊണ്ട് 1000 CR ആണ്. അത്രക്കും കിടിലം പടമാണ്. അതുപോലെ തന്നെ പിന്നെ അവാർഡും നോക്കണ്ട, നാഷണൽ അവാർഡ് നോക്കണ്ട. കാരണം അത്രയും പെർഫോമൻസ്. കഴിഞ്ഞ പടത്തിന് നാഷണൽ അവാർഡ് കൊടുത്തപ്പോൾ പലതും പറഞ്ഞു ഇയാൾക്ക് എന്തിനു കൊടുത്തു, ഇയാൾ അങ്ങനെ ആയതുകൊണ്ടാണ്, ഇയാൾ അതായത് മോദി ആയതുകൊണ്ടാണെന്നൊക്കെ. പക്ഷെ അതൊന്നല്ല, ഇതിൻ്റെ പെർഫോമൻസ് കണ്ടല്ലോ കൊടുത്തു. ഒരു വേറെ ലോകം. ജയറാമിൻ്റെ റോളൊക്കെ നല്ല ക്യാരക്ടർ റോളാണ്, കുഴപ്പമില്ല. ജയറാമിൻ്റെ റോൾ, അതേപോലെ ഇതിൽ നായികയുടെ റോളൊക്കെ നല്ല റോളാണ്. പക്ഷേ ഋഷഭ് ഷെട്ടിയുടെ ഇതിൽ നമ്മൾ ഇതായി പോകും. നമ്മളൊരു 30 മിനിറ്റ് പുള്ളി അവിടെ പിടിച്ചിരുന്നു. ഫസ്റ്റ് ഹാഫ് നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു തോന്നിയില്ല. പക്ഷെ സെക്കൻഡ് ഹാഫ് ഉണ്ടല്ലോ, കയറി കൊളുത്തി വേറെ ലെവലിലോട്ട് കൊണ്ടുപോയി. കിടിലം പടം, കിടിലം മേക്കിംഗ്. പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റിനേക്കാളും അടിപൊളിയായിട്ട് തോന്നി. കാരണം ഇപ്പോൾ ഫസ്റ്റിലൊക്കെ എടുത്ത് പറഞ്ഞാൽ ഇപ്പോൾ ക്ലൈമാക്സ് ഒക്കെയാണ് ഭയങ്കര പീക്ക് മൊമെന്റ്സിലോട്ട് വരാം. പക്ഷെ ഇതിനകത്ത് കുറേ മൊമെന്റ്സ് അങ്ങ് എടുത്ത് പറയുന്നുണ്ട്. കുറേ ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആയാലും കുറേ ഗൂസ് ബംസ് ആയിരുന്ന കുറേ മൊമെന്റ്സ് എനിക്ക് പടത്തിൽ കിട്ടി. എടുത്തു പറയേണ്ടത് ഋഷഭ് ഷെട്ടി തന്നെയാണ്. പുള്ളിയുടെ ഡയറക്ഷനും പോലെ തന്നെ പുള്ളിയുടെ ആക്ടിങ്ങും അടിപൊളിയായിട്ട് തോന്നി. എസ്പെഷ്യലി ആ ക്ലൈമാക്സും പിന്നെ പോസ്റ്റിൻ്റെ സീനൊക്കെ ഒരു സീനുണ്ട്, അതൊക്കെ ഭയങ്കര കിടുവായിട്ട് തോന്നി. പിന്നെ ഇതിനകത്ത് മ്യൂസിക് ആയാലും എല്ലാം ഭയങ്കര നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റിനേക്കാളും കിടുമെന്ന് തന്നെ പറയാം. കാരണം അങ്ങനെ സെക്കൻഡ് പാർട്ട് തന്നെ ഫിലിംസ് ഫസ്റ്റിൻ്റെ ആ ലെവലിൽ വരാറില്ല. പക്ഷെ ഇത് ഫസ്റ്റിന് മേലെ പോയെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ മൊത്തത്തിലൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അന്യഭാഷ പോകുമ്പോൾ പുള്ളിക്ക് ഒരു കോമാളി റോള് കിട്ടുമെന്ന് കുറേ പേര് പറയാറുണ്ട്. പക്ഷേ ഈ പടത്തിൽ നല്ലൊരു റോള്, ഇന്ന് അത്യാവശ്യം നല്ല സ്ക്രീൻ ടൈമും നല്ലൊരു വേഷം, ക്ലൈമാക്സിലൊക്കെ ആയാലും പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു ക്യാരക്ടർ എടുത്തു പറഞ്ഞാൽ രുക്മിണി വസന്തിൻ്റെ ഹീറോയിൻ്റെ റോളാണ്. പുള്ളിക്കാരി ജസ്റ്റ് ഒരു
വഹിക്കേണ്ട റോളല്ല, പക്ഷെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ലാസ്റ്റ് ആദ്യം തൊട്ട് അവസാനം വരെയുള്ള ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള റോള് പുള്ളിക്കാരി നല്ല അടിപൊളിയാക്കി. ഇപ്പം ഇവർ 3 പേരൊക്കെയാണ് നല്ല അടിപൊളിയായിട്ട് ചെയ്തത്. പടമാണ് ഗുളികൻ ചാമുണ്ടി എന്നൊക്കെ ഒരു കൺസെപ്റ്റ് ഇപ്പം അതിലേക്ക് ആക്കിയെടുത്തു. പിന്നെ ജയറാം അടിപൊളിയായിരുന്നു. ഇപ്പോഴത്തെ മലയാള സിനിമേനെ അപേക്ഷിച്ച് ജയറാം അതിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ജയറാം നല്ല അഭിനേതാവാണ്, പക്ഷേ പുള്ളിയുടെ ഇതൊന്നും നമ്മളിപ്പോൾ എടുക്കണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ജയറാം സൂപ്പറാണ്. നമ്മൾ ഉദ്ദേശിച്ച ലെവലിലത് മാറി. നല്ലതായിരുന്നു. ഫസ്റ്റ് കാന്താര കണ്ട കാരണം കൊണ്ട് അതേപോലൊക്കെ തന്നെ തോന്നിയുള്ളൂ. കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മൂവീസ് ഇപ്പോൾ ഈ അടുത്ത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ ആണെങ്കിലും ഇതിൻ്റെ സിനിമ നമ്മളെ കൊണ്ടുപോകുന്ന മൂഡാണെങ്കിലും വേറൊരു അനുഭവം. എന്താ പറയുക, സിനിമ ഇഷ്ടപ്പെടുന്ന ഏതൊരു പ്രേക്ഷകനും വല്ലാത്തൊരു അനുഭവം സമ്മാനിക്കുന്ന ഒരു സിനിമ തന്നെയാണ് കാന്താര. ഒന്നും പറയാല്ല, ഓരോ വ്യക്തികളും, അതായത് അതിൻ്റെ അത് ലീഡ് ചെയ്തിരിക്കുന്നവർ മുതൽ ഒരു ചെറിയ വേഷം ചെയ്തിരിക്കുന്നവർ വരെ ഗംഭീര പഠനമാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചത്. പൊതുവെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, ഫസ്റ്റിനേക്കാളും മികച്ച തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ആദ്യം കാന്താര എന്ന് പറഞ്ഞൊരു സിനിമ വരുമ്പോൾ അതിന് ഒരു ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ലാതെ ആൾക്കാർ പറഞ്ഞ് നമ്മൾ പോയി തിയേറ്ററിൽ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയുടെ 2ാം ഭാഗം അല്ലെങ്കിൽ ചാപ്റ്റർ 1 വരുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരിക്കും. അപ്പോൾ ആ എക്സ്പെക്ടേഷന് മുകളിൽ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സിനിമ ഋഷഭ് ഷെട്ടിയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്. ജയറാമേട്ടൻ ഗംഭീരം. ജയറാമേട്ടൻ നമ്മൾ മലയാളികൾക്ക് അഭിമാനം ഉയർത്തുന്ന ഒരു നടൻ തന്നെയാണ് ജയറാമേട്ടൻ. അപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഈ അടുത്ത് ചെയ്ത സിനിമകളിലൊക്കെ ചെറിയ വേഷങ്ങളാണെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് പ്രേക്ഷകർ ഈ ചെറിയ വേഷങ്ങൾ ജയറാമേട്ടൻ അഭിനയിക്കുന്നതിന് ഏത് മലയാള സിനിമ ഇഷ്ടപ്പെടുന്നവർക്കൊരു വിഷമം ഉണ്ടാകും. പക്ഷേ അതെല്ലാം തീർക്കുന്ന രീതിയിലുള്ളൊരു പ്രകടനം അദ്ദേഹത്തിന് അത്രയും മികച്ചതായിട്ട് ചെയ്യാൻ പറ്റി. അദ്ദേഹത്തിന് അത്രയും നല്ലൊരു വേഷം ആ സിനിമയിൽ ലഭിച്ചു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ആക്ച്വലി ഭയങ്കര രസമായിരുന്നു, സത്യസന്ധമായിട്ട് പറയാമല്ലോ. ഭയങ്കര അടിപൊളി പടമായിരുന്നു. ഋഷഭ് ഷെട്ടിയുടെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഗംഭീര പെർഫോമൻസ്, ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഒരു നാഷണൽ അവാർഡൊക്കെ ആദ്യത്തെ കിട്ടുന്നതിനകത്ത് നമുക്ക് യാതൊരു സംശയമില്ല. ഇതിനകത്ത് മിക്കവാറും നാഷണൽ അവാർഡൊക്കെ കിട്ടാനായിട്ട് നല്ല സാധ്യതയുണ്ട്. കാരണം അമ്മാതിരി പെർഫോമൻസാണ് പുള്ളി. ഗുളികനായിട്ടൊക്കെ വരുന്ന കുറച്ച് സീനുകളുണ്ട്, അതൊക്കെ ഭയങ്കര എടുത്ത് പറയേണ്ട സാധനങ്ങളാണ്. പിന്നെ പടത്തിൻ്റെ VFX ഒക്കെ ഉണ്ട്, കുറേ രംഗങ്ങളിലെ VFX ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടോപ്പ് നോച്ചാണ്. അതിനകത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, അത് പ്രത്യേകിച്ച് ഒന്നും പറയാൻ ടോപ്പ് നോച്ചാണ് ഇതിൻ്റെ VFX ഒക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഗൂസ് ബംസ് ഒക്കെ തരുന്ന കുറേ സീനുകൾ എന്ന് പറഞ്ഞാൽ അത് 1, 2 ഒന്നും അല്ല, കുറേ അധികം സീനുകൾ അങ്ങനെ ഗൂസ് ബംസ് തരുന്ന സീനുകളുണ്ട്. അത് കാണുന്നത് തന്നെയാണ്. ഏറ്റവും സന്തോഷം തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജയറാമേട്ടൻ്റെ ഒരു ഗംഭീര പെർഫോമൻസ് ഉണ്ട് ഇതിനകത്ത്. അത് ഭയങ്കര സന്തോഷം തോന്നി. കാരണം സാധാരണ എല്ലാവരും പറയുന്നതാണ് അന്യഭാഷാ സിനിമകളിൽ പോയിട്ട് ജയറാമേട്ടൻ ഭയങ്കര മോശം വേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഗംഭീര വേഷം ചെയ്തിരിക്കുന്നത് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഒരു ഭയങ്കര ഒരു ക്രൂഷ്യലായിട്ടുള്ള റോളാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഇതിനകത്ത് നായികയുടെ വേഷം ഗംഭീരമായിട്ടാണ് ചെയ്തേക്കുന്നത്. രുക്മിണി വസന്ത് എന്ന് പറഞ്ഞ പുള്ളിക്കാരി കിഡിലായിട്ടുള്ള ഒരു വേഷം ചെയ്തേക്കുന്നത്. ചുമ്മാ ഒരു കാഷ്വൽ റോളല്ല പുള്ളിക്കാരി ചെയ്തേക്കുന്നത്. ഇതിനകത്ത് വലിയൊരു വേഷമുള്ള റോള് തന്നെ പുള്ളിയാണ് ചെയ്തേക്കുന്നത്. മൊത്തത്തിൽ സിനിമ ഭയങ്കര രസമാണ്, അടിപൊളിയാണ്. തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ് തീർച്ചയായിട്ടും. ഇതൊരു ഭക്തിപടമാണോ? ഭക്തിപടമായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല ഒരിക്കലും. ഇത് സിനിമയുടെ അവർക്ക് അതിൻ്റെ ഒരു വിഷൻ ഉണ്ട്, അവർ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു ഭക്തിപടമായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. ലോജിക്കലായിട്ടെന്നേ പറയുന്നില്ല, പക്ഷെ ഒരിക്കലും ഒരു ഭക്തിപടമല്ല. VFX വൈസ് ഋഷഭ് ആക്ടിങ് എനിക്ക് കന്നഡയ്ക്ക് മുമ്പ് ഓസ്കാറല്ല നാഷണൽ അവാർഡ് കിട്ടണമെന്ന് എനിക്കറിയില്ല കന്നഡ ആക്ടേഴ്സിന്. പക്ഷേ ഈ ഒരു പെർഫോമൻസ് ഹീ ഈസ് ട്രൂലി ഡിസേർവിങ് ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ഐ ഹാവ് സീൻ. ത്രൂ ഔട്ട് ദ മൂവി അടിപൊളിയാണ്, സൂപ്പർബാണ്. ഈ സത്യം പറഞ്ഞ വാക്കുകൾ ഞാൻ ജയറാമേട്ടൻ കൊടുത്ത റോള് ഇങ്ങനെയാണോ റോൾ എടുക്കാൻ പുറത്ത് പോയാൽ ലൈക്ക് പുറത്തെ സിനിമയിലെ ലൈക്ക് നമ്മുടെ ആക്ടേഴ്സിന് ജയറാമേട്ടൻ കിട്ടുന്ന റോളാണ്. എല്ലാ ടീമും കാണാം. ആൻഡ് VFX അടിപൊളിയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ഓഫ് ഇന്ത്യൻ സിനിമ. ഋഷഭ് ഷെട്ടിക്ക് സത്യം സിനിമ വളരെ നന്നായിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ടുണ്ട്. 1ാം ഭാഗത്തേക്കായും 2ാം ഭാഗമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. വളരെ ഗംഭീരമായിട്ടുണ്ട്. നമ്മൾ ഈ സിനിമയിലുപരി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഈ ധർമ്മം എന്നും വിജയിക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പോൾ ആ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടൊരു സിനിമയാണ്. ഈ നമ്മളൊക്കെ വിശ്വസിക്കുന്ന സനാതന ധർമ്മം നിലനിർത്തുന്ന ഒരു വിശ്വാസം നിലനിർത്തുന്ന നല്ലൊരു സിനിമയാണ്. അതുപോലെ അതിൻ്റെ കൊറിയോഗ്രാഫി ആണെങ്കിലും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം, നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള നമ്മുടെ ജയറാമിൻ്റെ അഭിനയവും
സിനിമയിൽ വളരെ നന്നായിട്ടുണ്ട്. മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു അഭിനയം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ നല്ല സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കുടുംബസമേതം ഇരുന്ന് കാണാവുന്ന ഒരു ആനന്ദകരമായിട്ടുള്ള സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫസ്റ്റിനേക്കാളും അപ്പുറത്താണ്. നല്ല രസമുണ്ടായിരുന്നു പടം. എല്ലാവരും കിട്ടില്ലായിരുന്നു. ഗംഭീര മേക്കിംഗ് ആണ് ഒന്നാമത് ഋഷഭ് ഷെട്ടി. കാരണം കാന്താര ഒരു ആദ്യത്തെ മൂവി ഇറങ്ങിയിട്ട് ആ ഒരു എക്സ്പെക്ടേഷനിൽ രണ്ടാമത്തെ പടം ചെയ്യുക, അത് എനിക്കൊന്ന് കാന്താരയുടെ ലാസ്റ്റ് ഒരു 10-20-25 മിനിറ്റാണ് നമുക്കൊരു ഗൂസ് ബംബ് മൊമെന്റ് പറഞ്ഞാൽ അങ്ങനെയുണ്ട്. പക്ഷേ ഈ പടത്തിൽ ത്രൂ ഔട്ട് ആ കാലഘട്ടം സെറ്റ് ചെയ്ത് മുതൽ ലാസ്റ്റ് വരെയുള്ള സീനുകൾ വരെ ശരിക്കും ഞെട്ടിക്കുന്ന രീതിയിലാണ് ഋഷഭ് ഷെട്ടി അത് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്റർവെൽ ബ്ലോക്ക്, അതുപോലെയുള്ള ഓരോ ബ്ലോക്കുകളും വേറെ വേറെ ഭയങ്കരമായി ഗൂസ് ബംബ് നമ്മൾ പറഞ്ഞും അറിയുന്നത് ശരിക്കും തിയേറ്ററിൽ അനുഭവിച്ച ഒരു സിനിമയാണ് കാന്താര ചാപ്റ്റർ 1 എന്നുള്ള മൂവി. അതിൽ അവസാനത്തെ അദ്ദേഹത്തിന് ഒരു ഭാവപ്പാർച്ചയുണ്ട് ലാസ്റ്റ് 15 മിനിറ്റൊക്കെ ഗംഭീരമാണ്. ഒന്നാമത് അജനീഷിൻ്റെ ആ ഒരു വരാഹരൂപം എന്നുള്ള ആ ഒരു ബീജിയം അതൊക്കെ തിയേറ്ററിനകത്ത് വേറൊരു വേൾഡിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള മേക്കിംഗ് ആണ്. അപ്പോൾ നാഷണൽ അവാർഡ് എന്തുകൊണ്ടും അറിയിക്കുന്നു എന്ന് ആദ്യത്തെ പാർട്ടി തെളിയിച്ചു. ഈ വർഷത്തെ നാഷണൽ അവാർഡ് ഇനി വേറെ ആരും നോക്കണ്ട. 2025 നമുക്ക് 27-ലോ 28-ലോ ആയിരിക്കും അനൗൺസ് ചെയ്യുക. അത് വേറെ ആരും നോക്കണ്ട എന്ന് തന്നെ തോന്നുന്നു. കാരണം അത്രയ്ക്കും ഡിസേർവിങ് ആണ് ഈ ഒരു സിനിമ. നമ്മൾ പുഷ്പ പോലുള്ള സിനിമകൾക്ക് കിട്ടുമ്പോൾ അവരൊക്കെ ആ മേക്കേഴ്സൊക്കെ ഇതൊക്കെ ഇരുന്ന് കാണണം എന്നാണ് തോന്നുന്നത്. അതൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. പക്ഷേ ഇതിനകത്ത് ഇദ്ദേഹം ചെയ്തിരിക്കുന്ന ആ ഒരു ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള സ്റ്റോറി, ഒന്നാമത് ആ ഒരു നാട്ടിൽ നടക്കുന്നതും നമ്മുടെ പുരാണങ്ങളും മിത്തുകളായിട്ട് ചേർന്നിരിക്കുന്ന കഥ, നാടുമായിട്ട് ചേർന്നിരിക്കുന്ന കഥ, എന്തുകൊണ്ടും ഒരു മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ് കാന്താര. കന്നഡ സിനിമ വേൾഡ് ലെവലിലേക്ക് മാറുന്നതിൽ ഹൊമ്പാലെ ഫിലിംസിൻ്റെ അടുത്തൊരു വലിയ സംഭാവനയാണ്. അതുപോലെ തന്നെ നമുക്കറിയുന്ന പോലെ ഈ കോസ്റ്റൽ ഏരിയയുള്ള നമ്മുടെ ഷെട്ടി ഇവരുടെ ബ്രദേഴ്സ് അവരുടെ അടുത്തൊരു സംരംഭം അടിപൊളിയാണ് സിനിമ. ഏത് ഭാഷയിലുള്ളവർക്ക് ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഗംഭീരമായ മൊമെന്റ്സ് ഉള്ള അടിപൊളി സിനിമയായിട്ടാണ് വന്നിരിക്കുന്നത്. ജയറാമേട്ടനെ കുറിച്ച് പറയാനുള്ളത്, നമ്മളിപ്പം മലയാളത്തിൽ നിന്ന് നമ്മുടെ നടന്മാരെ അന്യഭാഷയിലേക്ക് കൊണ്ടുപോയിട്ട് പ്രസന്റ് ചെയ്യുന്ന രീതി കാണുമ്പോൾ നമ്മൾ മലയാളി എന്നുള്ള രീതിയിൽ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നും. പക്ഷെ ഇതിനകത്തുള്ള ജയറാമേട്ടന് പോലും ഒരു ഭാവപ്പറിച്ചുള്ള ഒരു സീനെ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം ആ ഒരു കാലിബറുള്ള നടൻ ആ ഒരു ഗെറ്റപ്പിലേക്കോ അങ്ങനെയുള്ള ഒരു ഭാവങ്ങളോ എനിക്ക് തോന്നുന്നില്ല മലയാള സിനിമയിൽ പോലും ജയറാമിനെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അത് കൂടുതൽ പറഞ്ഞാൽ അതിനകത്ത് സ്പോയിലർ ആവുന്നുള്ളതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ ജയറാമേട്ടനെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം വെറുതെ ഒരു മലയാളം നടനെ ഒരു പാൻ ഇന്ത്യൻ ആക്കാൻ വേണ്ടി നമ്മുടെ ഒരു വലിയ നടനെ കൊണ്ടുപോയതല്ല. ജയറാമേട്ടനെ അങ്ങനെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഓരോ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡൊക്കെ ബ്രില്യൻ്റ് ആണ്. VFX ആണെങ്കിലും പക്കയാണ്. കംപ്ലീറ്റ് ആണെന്ന് പറയുന്നില്ല, എന്നാലും നമ്മൾ വലിയ മാർവൽ മൂവീസ് ഇത് കമ്പയർ ചെയ്തത്. പക്ഷേ ആ പടത്തിൻ്റെ ഫീല് നൽകുന്നതിൽ എന്തായാലും ആ VFX ഒക്കെ എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ട് ജയറാമേട്ടനെ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെയൊക്കെ സിനിമ കത്തിക്കുമായിരുന്നു. ലൈക്ക് നമ്മൾ ഇത്ര എക്സ്പെക്ട് ചെയ്യുന്നില്ല. ലൈക്ക് എന്താ പറയുക, നമ്മുടെ കാന്താര ഫസ്റ്റ് കണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ അതുപോലെ ലൈക്ക് ഒരു സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഇതുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത്. പക്ഷേ എന്താ പറയുക, നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇങ്ങനൊരു സംഭവം. അടിപൊളിയാണ്, രക്ഷയില്ല. കത്തിച്ച് അടിപൊളി എല്ലാവരും. പിന്നെ ജയറാം ഇത്ര നാളും ജയറാം ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള ഭാഷയിൽ പോയി ഇതാക്കുന്നു അല്ലെങ്കിൽ മോശമായിട്ട് അഭിനയിക്കുന്നു എന്നുള്ള ഇതായിരുന്നു. പക്ഷെ ഇതിൽ നല്ല പോലെ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. എല്ലാവരും കാണുക, അടിപൊളിയാണ്. നല്ല പടം, നല്ല അഭിപ്രായം. ലൈക്ക് ഈ അടുത്ത് ഇറങ്ങിയതിലേക്ക് കാന്താര ഫസ്റ്റ് പാർട്ടിനെക്കാളും അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. എന്താ പറയുക, എല്ലാ ആസ്പെക്റ്റിലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റിലത്തെ പോലെ തന്നെ പുള്ളിയുടെ ക്യാമറ വർക്കിന് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് പറഞ്ഞ സെക്കൻഡിലും പുള്ളി ആ ഒരു ഡയറക്ഷൻ പുള്ളിയുടെ വേറെ മുന്നത്തെ പടങ്ങൾ കണ്ടിട്ടില്ല. 4 പടം മുന്നേ എന്തോ ചെയ്തിട്ട് പറയണം. പക്ഷെ ഇത് അടിപൊളിയായിട്ടുണ്ട്, പൊള്ളിയായിട്ടുണ്ട്. പറഞ്ഞോണം മുന്നത്തെ ഈ അന്യഭാഷയിൽ പോയി അഭിനയിക്കുമ്പോൾ നമ്മളുടെ ഇവിടെ നിന്ന് തന്നെ കുറേ കളിയാക്കലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ പടത്തിൽ പുള്ളി അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തം നല്ല പടമുണ്ട്. പിന്നെ ഹീറോയിനും എടുത്ത് പറയണം കേട്ടോ. നമ്മൾ വിചാരിച്ചു വെറുതെ ഒരു ചുമ്മാ സാധാ പടത്തിലെ പോലെ വന്നു പോകുന്നു. പക്ഷേ ഇതിൽ നല്ല ഹീറോയിനും നല്ല കഥാപ്രാധാന്യമുണ്ട്. ഇതിന്റെ റൈറ്റർ, ഡബിംഗ് ഡയറക്ഷൻ ഞാനും ചേട്ടനും കൂടെ ചെയ്ത ഡബിംഗ് ഡയറക്ഷൻ. നിർമ്മലന്മാർ. ഞാൻ റൈറ്ററാണ് ഈ പടത്തിന്റെ. ഡബിംഗ് പോസ്റ്റ് പ്രൊഡക്ഷൻ ആണ്, സൗണ്ട് എഞ്ചിനീയർ ആണ്, സെൻസർ വർക്ക്, ഓൾ ഇൻ ഓൾ ഈ കൈയിലാണ്. നിങ്ങൾ എല്ലാവരോടും അഭിപ്രായങ്ങൾ പറയേണ്ടത്. മനസ്സിൽ എന്താ തോന്നുന്നത് അത് ജെന്യുവനായിട്ട് പറയുക.
ആ ഓരോ നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്ക് ഇനിയും നല്ല നല്ല വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു പ്രചോദനം. അതുപോലെ തന്നെ ഇനിയും കുറേ വർക്ക്സ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം നല്ല നല്ല മലയാള സിനിമ സ്റ്റേറ്റ് ഫിലിം എങ്ങനെയാണ് ഇറങ്ങുന്നത് അതുപോലെ തന്നെയുള്ള നല്ല ഔട്ട്പുട്ട് തരാനാണ് ഞാൻ ഒന്നല്ല, ഞങ്ങൾ രണ്ടാണ്. എങ്ങനെ കാന്താരയിലേക്ക് എത്തുന്നത്? കാന്താരയിലേക്ക് എത്തി നമ്മൾ നേരത്തെ ചെയ്ത വർക്കുകൾ ഇപ്പൊ ഇതിന്റെ മഹാവതാർ നരസിംഹ എട്ടാമത്തെ വർക്കാണ്. പ്രീവിയസ് ഇറങ്ങിയ മഹാവതാർ നരസിംഹം നമ്മുടെ സിനിമയാണ്. അപ്പോൾ നമ്മുടെ പടങ്ങളിലെ ക്വാളിറ്റി കണ്ടിട്ടും കന്നഡ അത്യാവശ്യം അറിയാവുന്നുള്ളത് കൊണ്ടുമാണ് നമുക്ക് ഈ പടം വന്നത്. അപ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. സ്റ്റോറി എഴുതുന്നതിന്റെ ഒരു എന്ന് വെച്ചാൽ ഓൾറെഡി നമുക്കൊരു ബേസിക്കലി കന്നഡ ഉണ്ടാവുമല്ലോ. ഓൾറെഡി സ്റ്റോറി അവർ സ്ക്രീൻ പ്ലേ സെറ്റാക്കി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ അതിൽ കുറേ വർക്ക് ചെയ്യാനുണ്ട്. ഒരു 2-2.5 മാസം തൊട്ട് ഇതിൻ്റെ പ്രോസസ്സ് റൈറ്റിംഗ് പ്രോസസ്സ് പലയിടന്നായിട്ട് ചെയ്തു. പിന്നെ കോമഡിക്ക് വേണ്ടി വേറെ സെക്ഷൻ, അങ്ങനെ പല പല ഘട്ടങ്ങളായി ചെയ്ത് പിന്നെ ഡബ് ചെയ്ത് ടോട്ടൽ അങ്ങനെ ഔട്ട്പുട്ട് ആയി ലോട്ട് ഓഫ് ബിഗ് പ്രോസസ്. സോ അതെല്ലാം ഭംഗിയായി വന്നു. ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ വളരെ സന്തോഷം. പ്രേക്ഷകരുടെ ഗംഭീര അഭിപ്രായമാണ് ഇപ്പം ഇവിടെ ഇറങ്ങിയപ്പോൾ നമുക്ക് കേൾക്കാൻ സാധിച്ചത്. അപ്പോൾ എങ്ങനെയുണ്ട് പ്രേക്ഷകരുടെ കൂട്ടിരുന്ന സിനിമ കണ്ടിട്ട്? പ്രേക്ഷകരുടെ കൂട്ടിരുന്ന് കാണുമ്പോൾ നമ്മൾ കുറേ തവണ കണ്ടതുകൊണ്ട് നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെയാണ് ഏകദേശം അറിയാം. അപ്പോൾ നമ്മൾക്ക് എവിടെയൊക്കെയാണ് എന്നാലും നമുക്ക് ബോറടിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോഴും നമ്മൾ ഈ മ്യൂസിക്കിനോട് ഇദ്ദേഹം രാജനടുക്കി ഇദ്ദേഹത്തിന്റെ വോയിസാണ് പടം തുടങ്ങുന്നത്. ആ കുട്ടിയോട് സ്റ്റോറി പറയുന്ന പോർഷനല്ലേ അത് ഇദ്ദേഹമാണ്. പിന്നെ ബാക്കി നറേഷൻ പോകുന്നത്. അപ്പോൾ വിശ്വസ്തയോടുകൂടി ഇവർ രണ്ടുപേരും നമ്മളെ ക്യാരക്ടർ വെച്ചിട്ട് നന്നായിരുന്നാണ് ഇവർ പറയുന്നത്. ഞാൻ കാണാൻ കാണുന്നു. അതെ, അപ്പോൾ എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുക, നല്ല രീതിയിൽ സിനിമയെ വിജയിപ്പിക്കുക. അതെ, അപ്പോൾ നന്ദി. ഇറ്റ്സ് എ ഡിവൈൻ വിഷ്വൽ ട്രീറ്റ്. ആ ഒരു പ്രോമിസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളും ഞങ്ങളുടെ മാക്സിമം നല്ല രീതിയിൽ വർക്ക് ഔട്ട്പുട്ട് എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് വന്നു തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷമായിരിക്കും എല്ലാവരും മുഖത്ത് കാണുന്നത്. അപ്പോൾ ഇനിയും എല്ലാവരും കണ്ട് നല്ല അഭിപ്രായങ്ങൾ പറയട്ടെ. ദാറ്റ്സ് ഇറ്റ്.